Duh. ഏവർക്കും ട്രിനിറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ടേം ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുന്നതും ഒരു സീക്വൻസിന്റെ എന്ത് ടേം കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. അപ്പോൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? എണ്ണൽ സംഖ്യകളല്ലേ, 1, 2, 3, 4 എക്സെട്ര അങ്ങനെ പോകുന്നതാണ് എന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് n × n + 1/2. എന്താണ് ഇക്വേഷൻ? n × n + 1/2. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. n നെ എന്താണ് പഠിച്ചത്? നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നോക്കിയോളാം. ഫൈൻഡ് ദ സം ഓഫ് 1 to 10 Find the sum of 1 to 10 natural numbers. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മുതൽ 10 വരെ എത്ര എണ്ണൽ സംഖ്യകളാണുള്ളത്? 10 എണ്ണൽ സംഖ്യകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ n-ന്റെ വില എത്ര എടുക്കാം? 10 എന്ന് എടുക്കാം. n-ന്റെ വില 10 ആണെങ്കിൽ നമുക്ക് സമ്മിന്റെ ഇക്വേഷൻ സം s = n × n + 1/2 ആണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? n × n + 1/2. n-ന്റെ വില എത്രയാണ്? 10 അല്ലേ. അപ്പോൾ 10 × 10 + 1 10 × 10 + 1. അപ്പോൾ 10 × 10 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 അല്ലേ. 11/2. 10 × 10 ഈ 2-നെയും 10-നെയും കൂടി നമുക്ക് കട്ട് ചെയ്യാൻ എത്രയാണ് വരുന്നത്? 5 എന്നാണ് വരുന്നത്. അപ്പോൾ 5 × 11 എത്രയാണ് ആൻസർ? 55. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ 1 to 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 55. ഇതാ ശ്രദ്ധിക്കുക. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. ഈ 1 മുതൽ 10 വരെ ഇതല്ലേ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള ആ 10 നാച്ചുറൽ നമ്പേഴ്സിന് സം, അതായത് 1 മുതൽ 1, 2, 3 ഇത്രയും സംഖ്യകൾ 10 വരെ കൂട്ടുമ്പോൾ കിട്ടുന്ന സം എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. അപ്പൊ ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്ന പഠിച്ചു. എന്താണ്? n × n + 1/2 ആണ്. അടുത്താണ് സം ഓഫ് ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈവൻ നമ്പേഴ്സ്? ഇരട്ട സംഖ്യകളിൽ 2, 4, 6, 8 എക്സെട്ര അതിനാണ് എന്ന് പറയുന്നത് സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈവൻ നമ്പേഴ്സിന്റെ സം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് എന്താ? n × n + 1. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് n × n + 1/2 ആയിരുന്നു. ഈവൻ നമ്പേഴ്സിന്റെ എന്ന് പറയുന്നത് എന്താണ്? n × n + 1 ആണ്. ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Find the sum of 1 to 50 even numbers. 10 മുതൽ 50 വരെയുള്ള 10 to 50 10 മുതൽ 50 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ഇരട്ട സംഖ്യകളുടെ തുക ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്ന സാധനമാണ് നമ്പർ ഓഫ് ടേംസ് വേണ്ടേ. n എന്ന് പറയാൻ എത്ര എണ്ണം, അതായത് 10 മുതൽ 50 വരെ എത്ര ടേമുകൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അറിയില്ല. അപ്പൊ n കണ്ടുപിടിക്കുന്നതിന് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ലാസ്റ്റ് ടൈം അതായത് xn - x1 d + 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. n കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. xn - x1 d + 1. xn എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 അല്ലേ. അപ്പോൾ 50 - x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാണ്? 10 d. കോമൺ ഡിഫറൻസ് എത്ര വീതമാണ് ഇരട്ട സംഖ്യകൾ കൂടി പോകുന്നത്? 2 വീതമാണ് ഇരട്ട സംഖ്യകൾ കൂടി പോകുന്നത്. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 2 + 1. 50-ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 40. 40/2 + 1. 40/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ. അപ്പോൾ 20 + 1 സമം എത്രയാണ്? 21. അപ്പോൾ 10 മുതൽ 50 വരെ എത്ര ഈവൻ നമ്പേഴ്സ് ആണുള്ളത്? 21 ഈവൻ നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ n-ന്റെ വില നമുക്ക് കിട്ടി. n = എത്രയാണ്? 21.
ഇനി നമുക്ക് സം കണ്ടുപിടിക്കാം. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സം s is equal to n into n plus 1 ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. അപ്പോൾ 21 into 21 plus 1, അതായത് 21 into 22 എന്നാണ് വരുന്നത്. 21 into 22, 22 ഗുണം 21, 2 2 4 4. അപ്പോൾ എത്രയാണ് വരുന്നത്? 2 ഇത് കൂട്ടുമ്പോൾ 6 4. അപ്പോൾ ആൻസർ 462 എന്ന് വരുന്നു. അപ്പോൾ 10 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 462 ആകും. നമ്മുടെ അടുത്ത ഇക്വേഷൻ ആണ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് ഈവൻ നമ്പേഴ്സ് പഠിച്ചു, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു. എന്തായാലും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n into n plus 1/2 ആയിരുന്നു. അതുപോലെ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? n into n plus 1 ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? n² എന്നാണ്. നോക്കുക, ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് 1 to 30. 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ഈ ഓഡ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? n² ആണ്. അതായത് n വേണം, നമ്പർ ഓഫ് ടൈംസിനെ വേണം. അപ്പൊ നമ്പർ ഓഫ് ടൈംസിനെ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ xn എടുക്കാം. എന്താ നോക്കുക, 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഇല്ലേ? 1 to 30 ഓഡ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 30 എന്ന് പറയുന്നത് എന്തല്ല? ഓഡ് നമ്പർ അല്ല. അപ്പോൾ 30 വരെ എന്ന് പറഞ്ഞതുകൊണ്ട് 30ക്ക് തൊട്ട് മുമ്പുള്ള ഓഡ് നമ്പർ ഏതാണ്? 29 ആണ്. അപ്പോൾ xn ലാസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഏതായിരിക്കും? 29 ആയിരിക്കും. 29 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1, കാരണം അതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 1 എന്ന് എടുക്കാം. 1 ബൈ d കോമൺ ഡിഫറൻസ്. ഓഡ് നമ്പേഴ്സിന്റെയും ഈവൻ നമ്പേഴ്സിന്റെയും എത്ര വീതമാണ് കൂടി പോകുന്നത്? 2 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര തന്നെ? 2 പ്ലസ് 1. 29ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 28 ആണ് വരുന്നത്. 28 ബൈ 2 പ്ലസ് 1, അതായത് എത്രയാണ്? 14 പ്ലസ് 1 സമം എത്ര വരുന്നു? 15. അപ്പോൾ ഓഡ് നമ്പറിന്റെ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 15 കിട്ടി. 1 മുതൽ 30 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ എന്നിന്റെ വില എത്ര കിട്ടി? 15 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് സം എഴുതാം. സം ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? n² ആണ്. n² എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 ആണ്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 225 ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയത് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇതിന്റെ മൂന്നിന്റെയും സം കണ്ടുപിടിക്കുന്നതായിരുന്നു പഠിച്ചത്. ഇത് മൂന്നും എന്ത് തന്നെയാണ്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. എന്നാൽ നമുക്ക് ഇനി ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു ടേമിന്റെ ആ ഒരു അരിത്തമെറ്റിക് 5, 10, 15 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഇക്വേഷൻ നോക്കിയോളാം. സം ഓഫ് ടേംസ് ഓഫ് ആൻ AP അതാണ് s is equal to n/2 into x1 plus xn. ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? s is equal to n/2 into x1 plus xn. n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. എന്താണ്? നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടൈംസ് ആണ്. ഇനി x1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചാണ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 is equal to ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ പഠിച്ചത്, ഫസ്റ്റ് ടൈം. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടൈം ആണ്. അങ്ങനെയെങ്കിൽ xn എന്ന് പറഞ്ഞാൽ എന്താണ്? xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം അല്ലേ നമ്മൾ പഠിച്ചത്, ലാസ്റ്റ് ടൈം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്. സം s is equal to n/2 into x1 plus xn. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഇപ്പോൾ 10 പദങ്ങളുടെ തുക, 10 ടേംസിന്റെ സം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ n എന്ന് പറയാൻ എത്രയായിരിക്കും? 10 ആയിരിക്കും. 100 ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടുത്തെ n എന്ന് പറയാൻ എത്രയായിരിക്കും? 100 ആയിരിക്കും. അതുപോലെ 150 ടേംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടുത്തെ n എന്ന് പറയാൻ എത്രയായിരിക്കും? 150 ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചു x1 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടൈം. ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം ഏതാണോ അതായിരിക്കും ഫസ്റ്റ് ടൈം x1 ആയിട്ട് എടുക്കുന്നത്. ഇനി xn എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ടൈം ആണ്. അതായത് 20 ടേംസ് ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 20 ടേംസിന്റെ സം കാണാനാണ് പറയുന്നതെങ്കിൽ അവിടുത്തെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 20ാമത്തെ ടൈം ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നതായിരിക്കും 20ാമത്തെ ടൈം ആയിരിക്കും. അങ്ങനെയെങ്കിൽ 100 ടൈമിന്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആ സം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഏതായിരിക്കും? ആ 100ാമത്തെ ടൈം ആയിരിക്കും. അപ്പോൾ xn എന്ന് പറയുന്നത് എന്താണ്? 100ാമത്തെ ടൈമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു n/2 into x1 plus xn എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ഉണ്ടെങ്കിൽ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് എന്താ? n/2 into x1 plus xn എന്ന് പറയുന്നത്. ഇനി നോക്കാം, രണ്ടാമതൊരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. s is equal to n/2 into
2f plus n minus 1 into d. ഇക്വേഷൻ എന്താണ്? n/2 into 2f plus n minus 1 into d. n എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. f എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? ഫസ്റ്റ് ടേം ആണ്. f എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം. n എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്പർ ഓഫ് ടേം തന്നെ. d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് തരികയാണ്. അതായത് ലാസ്റ്റ് ടൈം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് എന്താ? n/2 into 2f plus n minus 1 into d എന്ന് പറയുന്ന ഇക്വേഷൻ. നമുക്ക് ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ഇക്വേഷൻ ആണ് s is equal to half an into n plus 1 plus nb. എന്താണ് ഇക്വേഷൻ? half an into n plus 1 plus nb. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് തന്നെയാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. അങ്ങനെയെങ്കിൽ a യും b യും എന്താണ്? നോക്കുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം xn is equal to നമ്മൾ an plus b ആണ് അതിന്റെ ഓൾജിബ്രിക് ഫോമിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മൾ xn is equal to dn plus f minus b എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഈ ഓൾജിബ്രിക് ഫോമിൽ n-ന്റെ ഒരു ടേം കാണും, അല്ലാതെ ഒരു ഇന്റിജറും കാണും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് വരുന്നത് an plus b എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ സ്റ്റാൻഡേർഡ് ഫോം, ഓൾജിബ്രിക് ഫോമിന്റെ സ്റ്റാൻഡേർഡ്. അപ്പോൾ n-ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എന്ത്? a എന്ന് പറയുന്നത്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് n ഈസ് കാൾഡ് എന്തുവാ? a. അതുപോലെ തന്നെ അല്ല നടക്കുന്ന ഇന്റിജർ ആയിരിക്കും എന്താ? ബി എന്ന് പറയുന്നത്. അപ്പൊ എയും ബിയും എന്താണെന്ന് പഠിച്ചോ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോമും നമ്പർ ഓഫ് ടേംസും തരികയാണെങ്കിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആണ് എന്താ? ഹാഫ് an into n plus 1 plus nb. അപ്പോൾ നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നതിന് 3 ഇക്വേഷൻ പഠിച്ചു. 3 ഇക്വേഷനും 3 ടൈപ്പിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? n/2 into x1 plus xn എന്നാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തരികയാണെങ്കിൽ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് n/2 into x1 plus xn എന്ന് പറയുന്നത്. എങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? n/2 into 2f plus n minus 1 into d എന്നാണ്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ലാസ്റ്റ് ടൈം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? n/2 into 2f plus n minus 1 into d. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഹാഫ് an into n plus 1 plus nb എന്നല്ലേ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ത് തരികയാണെങ്കിൽ, ഓൾജിബ്രിക് ഫോം തരികയാണെങ്കിൽ അതിന്റെ സമ്മ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് an into n plus 1 plus nb. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ആൻ as arithmetic sequence 11, 22, 33 etc. 11, 22, 33 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ ആദ്യത്തെ 25 ടേംസിന്റെ എന്ത് കാണാനാണ്? സമ്മ് കാണാനാണ്. അപ്പൊ നമുക്ക് സമ്മിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താ? സമ്മിന്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? n/2 into x1 plus xn എന്നല്ലേ? n/2 into x1 plus xn എന്നാണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 25 ആണ്. അവർ തന്നിട്ടുണ്ട് 25 പദങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് 25 ടേംസിന്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് n നമുക്ക് എടുക്കാം. അതുപോലെ x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ 11. ഇനി എന്ത് വേണം നമുക്ക്? xn വേണം. xn എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? ലാസ്റ്റ് ടേം എന്നല്ലേ പഠിച്ചത്. അപ്പോൾ xn എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്? 25 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ടേം ആയിട്ട് വരുന്നത് ഏതായിരിക്കും? 25ാമത്തെ ടേം ആയിരിക്കും എന്ത്? അവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 25ാമത്തെ ടേം കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്താണ്? dn plus f minus d ആണ് 25th ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് d കണ്ടുപിടിക്കാം. d എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22 minus 11. 22 minus 11 എന്ന് പറഞ്ഞാൽ എത്ര? 11. അപ്പോൾ 11 into 25 plus f എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 അല്ലേ? അപ്പോൾ 11 minus 11. ഓക്കെ ആണല്ലോ. 11 into 25 ഉത്തരം എത്രയാണ്? 275 പ്ലസ് 11 നിന്ന് 11 പോകുമ്പോൾ എത്രയാണ്? 0. അപ്പൊ അത് വേണ്ട. നമുക്ക് 25th ടേം എന്ന് പറയാൻ എത്ര കിട്ടി? 275 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. n/2 into n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n 25 അല്ലേ? അപ്പോൾ 25/2 into x1 എന്ന് പറഞ്ഞാൽ 11 പ്ലസ് xn നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 25ാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 275. അപ്പോൾ 25/2 ഇൻറ്റു 11നെയും 275നെയും കൂടെ കൂട്ടുന്നു. അപ്പോൾ എത്രയാണ് വരുന്നത്? 286 എന്ന് വരുന്നു. ഇനി നമുക്ക് ഈ 2നെയും 286നെയും കട്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ് വരുന്നത്? 25 ഇൻറ്റു 143 എന്നാണ്.
3575 3575 ആണ് എന്താ 25 × 143 എന്ന് പറയുന്നത്. അപ്പോൾ 11, 22, 33 അങ്ങനെ ആ അരിത്തമെറ്റിക് സീക്വൻസ് അങ്ങനെ തുടർന്ന് പോകുമ്പോൾ ആദ്യത്തെ 25 ടേമിന്റെ അതായത് 275 എന്ന് പറയുന്ന ആ ടേം വരെയുള്ള അത്രയും ടേമിന്റെ സമ്മ എന്ന് പറയുന്നത് എത്രയാണ് 3575 ആണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ n/2 × 2x1 + xn എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ തന്നെ അതേ പ്രോബ്ലം ചെയ്യുന്ന നോക്കിയോളാം. s = n/2 × 2f + n-1 × d ആണ് എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് n/2 × 2f + n-1 × d. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. നമ്പർ ഓഫ് ടൈംസ് n എന്ന് പറയുന്നത് എത്ര തന്നെയാണ് 25 അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് 25 എഴുതി. ഇനി f എന്ന് പറഞ്ഞാൽ എത്രയാണ് f 11 ആണ്. അതുപോലെ d കോമൺ ഡിഫറൻസ് നമുക്ക് എഴുതാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് 22 - 11 എത്ര 11 തന്നെ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഇക്വേഷനകത്തോട്ട് അതിന് ഇട്ട് കൊടുക്കാം. n എന്ന് പറഞ്ഞാൽ 25/2 × 2f 2 × f ന്റെ വില എത്രയാണ് 11 അല്ലേ. അപ്പോൾ 2 × 11 പ്ലസ് n എന്ന് പറഞ്ഞാൽ എത്രയാണ് 25 അല്ലേ. n-1 അപ്പൊ 25 - 1 എത്രയാണ് വരുന്നത് 24 ആണ് വരുന്നത്. 24 × 11 25/2 × 2 × 11 എത്രയാണ് 22 പ്ലസ് 24 × 11. അപ്പൊ നമുക്ക് 24 11 കൊണ്ട് ഗുണിക്കാം. 24 × 11 4 2 അപ്പോൾ എത്രയാണ് വരുന്നത് 264 എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് 264 എന്ന് എഴുതാം. നോക്കുക 25/2 × 264 22 കൂടെ കൂട്ടുന്നു. അപ്പോൾ എത്രയാണ് വരുന്നത് 286 എന്നാണ് വരുന്നത്. വീണ്ടും നമുക്ക് ഈ 2 ഉം 286 കൂടി കട്ട് ചെയ്യാം. അപ്പോൾ 25 × 143 എന്ന് വരുന്നു. അപ്പോൾ 25 × 143 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3575 ആണ്. ഇതേ ആൻസർ തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ 25 × 143 ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നതിന് ആദ്യത്തെ രണ്ട് ഇക്വേഷൻ ഇട്ട് നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്ന രീതി പഠിച്ചു. ആദ്യത്തെ ഇക്വേഷൻ ഇതായിരുന്നു n/2 × x1 + xn ആയിരുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു n/2 × 2f + n-1 × d എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇത് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുക. മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ് സം s = n/2 × half an × n+1 + nb. അപ്പോൾ നമുക്ക് half an × n+1 + nb എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് n എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം എന്താണ് നമ്പർ ഓഫ് ടൈംസ് ആണ്. n നമ്പർ ഓഫ് ടൈംസ് എത്രയാണ് 25 എണ്ണമാണ്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് എയും ബിയും വേണം. എയും ബിയും വേണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് അതിന്റെ ഓൾജിബ്രിക് ഫോം വേണം. അപ്പോൾ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാം. xn = dn + f - b ആണ് ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. d എന്ന് പറഞ്ഞാൽ എത്രയാണ് 22 - 11 d = 22 - 11 എത്രയാണ് വരുന്നത് 11 അല്ലേ വരുന്നത്. അപ്പോൾ 11n പ്ലസ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എത്രയാണ് 11 - d 11 തന്നെ. അപ്പോൾ 11n പ്ലസ് 11ൽ നിന്ന് 11 പോകുമ്പോൾ എത്രയാണ് 0 അല്ലേ. അപ്പോൾ ഈ ടൈം എന്താകുന്നു 0 ആകുന്നു. അതിൽ നിന്ന് നമുക്ക് എയുടെ വില എടുക്കാം. എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നിന്റെ കോയിഫിഷ്യന്റ് ആയിരുന്നു എ എന്ന് പറയുന്നത്. അത് എത്രയാണ് 11 ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ കിടക്കുന്ന നമ്പർ എത്രയാണ് 0 അല്ലേ. അപ്പോൾ ബി യുടെ വില എത്രയാണ് 0. ഇനി നമുക്ക് ഇക്വേഷൻ അത് ഇട്ട് കൊടുക്കാം. ഹാഫ് ഇൻറ്റു എയുടെ വില എത്രയാണ് എ 11 അല്ലേ. അപ്പോൾ 11 ഇൻറ്റു എന്നിന്റെ വില എത്രയാണ് 25 ഇൻറ്റു എന്നിന്റെ വില 25 ആണ്. ഇപ്പൊ 25 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 26 പ്ലസ് n 25 ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് 0. ഈ രണ്ടിനെയും 26നെയും കൂടെ നമുക്ക് വെട്ടാം. ഇവിടെ എത്രയാണ് വരുന്നത് 13 ആണ് വരുന്നത്. അപ്പോൾ 11 × 25 × 13 പ്ലസ് 0. അപ്പോൾ 11 × 25 ചെയ്യുക. അതിനെ 13 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഉത്തരം എത്രയാണ് വരുന്നത് 3575 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ ഇട്ട് സമ്മ് കണ്ടുപിടിക്കുന്ന രീതി പഠിച്ചു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് പഠിച്ചോളുക. 3 ഇക്വേഷനും 3 രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഇക്വേഷനും പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും.